ഹലോ ഫ്രണ്ട്സ്, നാദ് ഇലക്ട്രിക് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ അഥവാ സെൽഫ് ടെസ്റ്ററിനെ പറ്റി പഠിക്കാം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്ററിൻ്റെ ചിത്രമാണ്. ആദ്യം ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ എന്താണെന്ന് നോക്കാം. ഇതേ ഒരു വോൾട്ടേജ് ചാർജ് കണ്ടീഷൻ ചെക്ക് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇതേ ഒരു ഫുൾ ലോഡുള്ള ബാറ്ററിയുടെ സെല്ലിൻ്റെ കറക്റ്റ് ടെർമിനൽ വോൾട്ടേജ് കാണിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടെസ്റ്റർ ഒരു സമയത്ത് ഒരു സെല്ലിൻ്റെ മാത്രം റീഡിങ്ങേ കാണിക്കുകയുള്ളൂ. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് വേറെ ഒരു ടൈപ്പ് ഹൈ റേറ്റ് സെൽ ടെസ്റ്ററാണ്. ഹാൻഡിൽ, വോൾട്ടേജ് മീറ്റർ, കണക്ടർ, റാഡ് എന്നിവ കാണാം. അടുത്ത നമ്മൾ നോക്കുന്നത് കൺസ്ട്രക്ഷനെ പറ്റിയാണ്. കൺസ്ട്രക്ഷനകത്ത് കണക്റ്റിംഗ് ലെഗ്, 2 കണക്റ്റിംഗ് ലെഗ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്, ഒരു ലാമ്പുണ്ട്, ഒരു ഹാൻഡിലുണ്ട് എന്നിവയാണ് പ്രധാനപ്പെട്ടത്. അടുത്ത നമ്മൾ നോക്കാം. ഒരു ലോ റെസിസ്റ്റൻ്റ് ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് കണക്റ്റിംഗ് ലെഗിന് പാരലായിട്ടാണ്. ഇത് സെല്ലിൻ്റെ ഒരു ലോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അടുത്ത നമ്മൾ വോൾട്ട് മീറ്ററാണ്. വോൾട്ട് മീറ്ററും ഇവിടെ കണക്റ്റിംഗ് റാഡിന് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് പാരൽ കണക്ഷനാണ് വോൾട്ട് മീറ്ററിനുള്ളത്. ഈ വോൾട്ട് മീറ്ററിലാണ് റീഡിങ് കാണിക്കുന്നത്. റീഡിങ് നമ്പറിലാണ് ചില മീറ്ററിൽ കാണിക്കുന്നത്. എന്നാൽ ചില മീറ്ററുകളിൽ വേഡ്സിലും കൊടുത്തിട്ടുണ്ട്. അതായത് ഫുൾ ചാർജ്, ഹാഫ് ചാർജ്, ഡെഡ് എന്നിങ്ങനെ. ഒരു സിമ്പിൾ ലാമ്പ് പാരലായിട്ട് റീഡിങ് വായിക്കുന്നതിന്, വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ടെസ്റ്റർ എങ്ങനെയാണ് സെല്ലിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. ടെസ്റ്ററിൻ്റെ ഹാൻഡിൽ പിടിച്ച് സെല്ലിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ടെർമിനലിന് മുകളിലേക്ക് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വയ്ക്കണം. വോൾട്ട് മീറ്റർ നോക്കിയാൽ ചാർജ് കണ്ടീഷൻ അറിയാൻ പറ്റും. ഇനി നമുക്ക് ബാറ്ററി ഫുൾ ചാർജ് ആയോ എന്ന് എങ്ങനെ അറിയാം എന്ന് നോക്കാം. ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1260 to 1280 വരെ എത്തുകയോ സെല്ലിൻ്റെ വോൾട്ടേജ് 2.1 വോൾട്ടേജ് വരെ ആയിരിക്കുകയോ ചെയ്യുമ്പോൾ ഈ 2 ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് ഊഹിക്കാം ബാറ്ററി ഫുൾ ചാർജ് ആയി എന്ന് മനസ്സിലാക്കാൻ കഴിയും. സോ ഓർക്കുക, സെല്ലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നതിന് ഹൈഡ്രോമീറ്ററാണ് ഉപയോഗിച്ചത്. വോൾട്ടേജ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി സെൽ ടെസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രോമീറ്ററിനെ പറ്റി പറയുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻസ് ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു ചെക്ക്. നമ്മൾ നോക്കുന്നത് ചില മുൻകരുതൽ എടുക്കണം. ഈ ടെസ്റ്റർ ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള പ്രിക്കോഷനെ പറ്റിയാണ്. ടെസ്റ്ററും സെല്ലിൻ്റെ ടെർമിനലും ആയിട്ട് ഒരുപാട് നേരം കണക്ട് ചെയ്ത് വയ്ക്കാൻ പാടില്ല. കാരണം ഇത് സെല്ലിനെ ഹെവി ലോഡ് കൊടുത്തിട്ട് സെല്ല് പെട്ടെന്ന് ഡിസ്ചാർജ് ആയി പോകാൻ സാധ്യതയുണ്ട്. 2, ഉപയോഗത്തിന് മുമ്പേ സെല്ലിൻ്റെയും ടെസ്റ്ററിൻ്റെയും 2 ടെർമിനലുകളെല്ലാം നന്നായി ക്ലീൻ ചെയ്തിരിക്കണം.
ഇത്രയുമായി സെപ് ടെസ്റ്റിനെ പറ്റി പറയുവാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാഥ്സ് ഇലക്ട്രിക്കൽ അക്കാഡമി.